ഈ ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങളിലേക്കാണ്. ഈ ശബരിമലയിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അയ്യപ്പ ഭക്തരുടെ ആ ദർശന ക്യൂവിനൊക്കെ ഒരു അവസാനമാവുകയാണ്. ഇന്നലെ മുതൽ നിയന്ത്രണങ്ങൾ വന്നതോടെയാണ് ഇതൊക്കെ സാധ്യമായത്. നടപ്പന്തലിൽ മാത്രമാണ് ഭക്തർക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത്. നിലയ്ക്കലിലും പമ്പയിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ രാത്രി 8 മണിവരെ 74,276 ഭക്തരാണ് ദർശനം നടത്തിയത്. രജിത്തുണ്ട് വിവരങ്ങളുമായി. രജിത്ത്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ് ഈ ഭക്തരുടെ അഭൂതപൂർവമായ ഒരു തിരക്കും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ കുറഞ്ഞ് സാധാരണ രീതിയിൽ ഭക്തർക്ക് ദർശനം നടത്തി പോകാമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ഒരു കാഴ്ച. എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ? മായ, ഇന്നലെയും ഇന്നുമായി ശബരിമലയിൽ ഭക്തരുടെ സുഖദർശനത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃത്യമായി തന്നെ ആളുകൾക്ക് ശബരിമലയിലെത്തി വളരെ സുഗമമായി ദർശനം നടത്തി പോകാനുള്ള സൗകര്യങ്ങൾ ഇന്നലെ ഇന്നത്തോടും കൂടി സംജാതമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ക്യൂ നിൽക്കുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ പമ്പയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നടപ്പന്തലിൽ മാത്രമാണ് നിലവിൽ ഒരു ക്യൂ ഉള്ളത്. ആ നടപ്പന്തലിൽ ക്യൂ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നേരെ 18-ാം പടിക്ക് താഴെ എത്തി സുഗമമായി ഈ ഫ്ലൈ ഓവർ വഴി ദർശനം നടത്താൻ കഴിയും. രാവിലെ നേരിയ തോതിൽ അയ്യപ്പ ഭക്തരുടെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നുവെങ്കിലും അവയൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. സുഗമമായി തന്നെ ഓരോരുത്തരും ഇവിടേക്ക് എത്തി ദർശനം നടത്തി മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ, ആദ്യ 2 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. വലിയൊരു തിരക്ക് തന്നെ അത് ഉണ്ടാവുകയും ചെയ്തു. സ്പോട്ട് ബുക്കിംഗ് വളരെ കൂടുതലായി ബുക്കിംഗ് എടുത്തത് മൂലമാണ് ആ ഒരു തിരക്ക് ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഏകദേശം ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ആകെ 75,000 പേർക്ക് ഒരു ദിവസം ദർശനം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കാൻ ദേവസ്വം ബോർഡിനോട് പറയുകയായിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ 5,000-ആയി സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കുകയും ചെയ്തു. ഇത് കൃത്യമായി എഫക്റ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുഗമമായി കയറി ദർശനം നടത്തുക എന്ന ഒരു സൗകര്യം ഒരുക്കുക എന്നത് മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ആശങ്കകൾക്കിട നൽകാത്ത രീതിയിലുള്ള ഒരു ദർശന സാഹചര്യമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. പമ്പയിലും അതേ രീതിയിൽ തന്നെ പമ്പയിലും നിലയ്ക്കലും നേരത്തെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയൊന്നും ഇപ്പോൾ ഇല്ല എന്നത് തന്നെയാണ്. കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പമ്പയും നിലയ്ക്കലും മാറുന്നില്ല. അവിടെ നിന്നും സുഗമമായ ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. 18-ാം പടിക്ക് താഴെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഇങ്ങോട്ടേക്ക് കയറി വരുന്നില്ല. നേരത്തെ നമുക്കറിയാം തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ അയ്യപ്പ ഭക്തരെ പടിവഴി കയറ്റി വിടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 65 മുതൽ 70 പേർ വരെയാണ് മിനിറ്റിൽ 18-ാം പടി കയറുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായ ദർശനം എല്ലാവർക്കും സാധ്യമാകുന്നുണ്ട്. ഇനി ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും. തിങ്കളാഴ്ച വരെയാണ് 5,000 പേർക്ക് വെർച്വൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കൂടി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഹൈക്കോടതി ഒരു പക്ഷേ കൂടുതൽ അയ്യപ്പ ഭക്തർക്ക് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കുക എന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും തിങ്കളാഴ്ച വരെ കോടതി ഇടപെട്ട 5,000 പേർ സ്പോട്ട് ബുക്കിംഗ് മാത്രമാക്കി കുറച്ചതോടുകൂടി ശബരിമലയിൽ വലിയ തിരക്കില്ലാതെ സുഗമമായൊരു ദർശനം എല്ലാവർക്കും സാധ്യമാകുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരി, എന്തായാലും വളരെ സുഗമമായ രീതിയിൽ ദർശനം നടത്താൻ അയ്യപ്പ ഭക്തർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശ്വാസമുള്ളത്.